Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മളെ മൊഡ്യൂള് 5 യൂണിറ്റ് 1 ആയിരുന്നു എടുത്തത് അല്ലെ? ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആണ്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു 2 ഫാക്ടേഴ്സ് ആണ് ആരുടെ ഫാമിലിയും അതേപോലെ തന്നെ സ്കൂളും. അപ്പൊ ഇവർ തമ്മിൽ നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അവന് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫാമിലിക്കും അതേപോലെ തന്നെ സ്കൂളിനും ഈക്വൽ ആയിട്ടുള്ളൊരു പങ്കാണ് ഉള്ളത്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. ഫാമിലീസ് ആണ് ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് കുട്ടികളെ സംബന്ധിച്ച്. സോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഇഷ്യൂസ് മുകളിൽ വരെ പ്രയർ പറഞ്ഞു കേട്ടോ. പ്രയർ പ്രിപ്പയർഡ് ആണെങ്കിൽ പറഞ്ഞോ കേട്ടോ. MT 10-കാരായിരുന്നെന്ന് തോന്നുന്നു ഇന്ന് പ്രയർ ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ ഞാൻ പറയാം, ഞാൻ ചെയ്യാം. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാറ്റിനൊടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സൈനിയും തൊട്ട് ഓഫ് ദി ഡേ ഒന്നും ചെയ്യാറില്ലല്ലോ? ഞാൻ ചെയ്യാം സൈനി. Good afternoon, everyone. It's a great pleasure to see you all here today. First of all, thank you for giving me an opportunity to welcome you all. I'm Ashmi Jason. I'm here to welcome you all for our class. First of all, I'm delighted to extend a warm welcome to a visionary leader and guiding force, our beloved teacher, Aparna Miss, to the new section of our class. We are so grateful for your dedication and expertise. Let's dive into this exciting topic together. Please feel free to ask questions anytime and let's make this an engaging learning session. Last but not least, I welcome all my dear friends to our class. Once again, I welcome you all and look forward to a productive and fulfilling day. Thank you. Thought of the day. Okay. ഞാൻ പറയാം, ma'am. Okay, പറഞ്ഞോളാം. Good afternoon, Aparna friends. Today I am sharing an educational thought by Dr. Martin Luther King Jr. Intelligence plus character, that is the goal of true education. ബുദ്ധിശക്തിയും സ്വഭാവ ഗുണവും വർദ്ധിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. താങ്ക് യു. സോ നമ്മൾ നമ്മുടെ യൂണിറ്റിലേക്ക് വരാണ്. ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്. കുട്ടിയുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ് ഫാമിലി ആൻഡ് സ്കൂൾ. അപ്പോൾ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്തായിരുന്നു എന്നാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? എവിടെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഡെവലപ്പിംഗ് ഫാമിലീസ് വരെയും കഴിഞ്ഞു. അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന അവിടെ വരെയാന്നാണ്. ഓക്കെ, ഇനി ഇഷ്യൂസ് ആണ്. There are number of compelling reasons to encourage and strengthen parent community involvement and partnership in education. These are included. ഒരുപാട് റീസൺസ് ഉണ്ട് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് വേണം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇത്ര ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. കാരണം നമ്മുടെ കുട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്? ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആണ്.
അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താ പറയാ ഫാമിലിക്കും സ്കൂളിനും നല്ല രീതിയിലൊരു പാർട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുട്ടിയുടെ ഈച്ച് ആൻഡ് എവറി സ്റ്റേജസിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന് നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല എന്താണ് ഇമ്പോർട്ടന്റ്, നമ്മൾ ഓരോ പാരന്റ്സും ആ ഒരു ഓരോ കുട്ടിയുടെയും എഡ്യൂക്കേഷനിലൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം. ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് ക്ലാസ്സിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് നമ്മൾ എന്താ പറയാ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. കാരണം അവിടെ നമ്മള് കുട്ടികൾ അവിടെ പഠിച്ചു വരുന്ന കാര്യങ്ങൾ അത് നല്ല രീതിയിൽ ലേൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒബ്സർവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്, നമ്മൾ ഓരോ പാരന്റ്സിനുണ്ട്. അപ്പൊ നമ്മൾ പാരന്റ്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മള് ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. അവര് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വാല്യുബിൾ ആവണം, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ ലൈഫിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നാളെ നിങ്ങൾ ഓരോ ടീച്ചേഴ്സ് ആവുമ്പോൾ നിങ്ങളുടെ വാല്യൂ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ചെയ്യാനുണ്ട്, പിന്നെയാണ് എന്നാലും ഞാൻ പറയാം ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി അത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചറിനെ കുറിച്ചിട്ട് എഴുതാനാണ്. ശരിക്കും നമ്മുടെ ലൈഫിലേക്കും ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നമ്മളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും നമ്മുടെ ലൈഫ് മുന്നോട്ട് വരാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്താൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ടീച്ചർ ഉണ്ടാവും. അപ്പൊ ആ ടീച്ചർ അല്ലെങ്കിൽ സ്കൂള് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഇത്രയും നന്നായിട്ട് ഗ്രോ ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റും സ്കൂളിന്റെ ഇൻവോൾവ്മെന്റും കൂടി നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ വേണം. എന്തെല്ലാമാണ് റീസൺസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇംപ്രൂവിംഗ് ദ സ്റ്റുഡന്റ് പെർഫോമൻസ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ എഫക്റ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. കുട്ടിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ തന്നെ കുറച്ചും കൂടി മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. എ ലാർജ് ബോഡി ഓഫ് റിസർച്ച് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് children's attitude towards school, their achievement, attendance, motivation, self-concept, and behavior are directly affected by their parents and families' attitude towards learning. Involvement in their learning is the key conclusive of success. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുട്ടികളുടെ അച്ചീവ്മെന്റ്സ്, അവരുടെ അറ്റൻഡൻസ്, മോട്ടിവേഷൻ, സെൽഫ് കൺസെപ്റ്റ്, ബിഹേവിയർ ഇതെല്ലാം മെയിൻലി അഫക്ട് ചെയ്യുന്നത് പാരന്റ്സ്, ഒരു ഫാമിലി ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആണ്. എങ്ങനെയാണ് ഫാമിലി അതേപോലെ തന്നെ പാരന്റ്സും ഈ നമ്മുടെ ടീച്ചിങ് എഡ്യൂക്കേഷനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് സോറി മാം, സോറി. ഓക്കെ സോറി മാം, ആക്ച്വലി കുഞ്ഞി വന്നിട്ട് മൊബൈൽ ഫുള്ള് ഓക്കെ നോ പ്രോബ്ലം അങ്കിത. ഓക്കെ അപ്പൊ ഫാമിലിയുടെ റോളാണ് നമ്മൾ പറയുന്നത്. ഫാമിലിയുടെയും പാരന്റ്സിന്റെയും ബിഹേവിയർ എങ്ങനെയാണോ ആ ഒരു ബിഹേവിയർ ആയിരിക്കും കുട്ടികളിൽ വരുന്നത്. ഇപ്പൊ നമ്മുടെ പാരന്റ്സിന് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ അച്ചീവ്മെന്റ്സും ആ കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പാരന്റ്സിനെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളെ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ എന്താണ് എന്താ പറയാ ആബ്സെന്റീസ് ഒക്കെ കുറവായിരിക്കും, കറക്റ്റ് ആയിട്ട് ക്ലാസ്സിലൊക്കെ വരും, അറ്റൻഡൻസും കാര്യങ്ങളും ഒക്കെ പ്രോപ്പർ ആയിരിക്കും. ഇനി നമ്മുടെ പാരന്റ്സിന് നിങ്ങൾ എങ്ങനെ പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല, ക്ലാസ്സിൽ പോകണമെങ്കിൽ പോവാ ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള ചിന്താഗതി ആണെങ്കിൽ കുട്ടികൾ പോകില്ല, പ്രോപ്പർ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യില്ല, പ്രോപ്പർ ആയിട്ട് എന്താണ് അറ്റൻഡൻസ് ഉണ്ടാവില്ല. അത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും. നമ്മൾ ടീച്ചറായിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഫോൺ ആബ്സെന്റ് ആവുന്നുണ്ട് കൂടുതലായിട്ട്, അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അവനത് റീസൺസ് ഒന്നും കാരണങ്ങളോ അവര് പറയില്ല. ചില റിയലി അറിയാവുന്ന കുറച്ച് പാരന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ ഗ്രാൻഡ് പാരന്റ്സിനൊപ്പമാണ് പേരക്കുട്ടി നിൽക്കുന്നത്. ആ കുട്ടി ക്ലാസ്സിൽ എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെന്റ് ആവും. ഞാൻ വിളിച്ചു ചോദിക്കും, ഗ്രാൻഡ് പാരന്റിനോടാണല്ലോ പറയാൻ പറ്റുന്നത്. അപ്പൊ പറയുമ്പോ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പോകാൻ പറ്റില്ല, മടി അല്ലെങ്കിൽ പഠിച്ചിട്ട് എന്തിനാ എന്നൊക്കെയാണ് ആ ഒരു മൈൻഡ് വരുന്നത്. അപ്പൊ അവരൊക്കെ പ്രോപ്പർ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ആദ്യം പാരന്റ്സ് കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ പ്രോപ്പർ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരും. ഇപ്പൊ
കുട്ടിയുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് അതൊരു റിട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോകും, അല്ലെങ്കിൽ ബാഡ് ആയിട്ട് അത് അഫക്ട് ചെയ്യും. നമ്മൾ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ അത് റിഫ്ലക്ട് ചെയ്യും. നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ റോള് നമ്മൾ ടീച്ചേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മളും കൂടി നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ക്ലാസ്സിൽ അവർ ലേൺ ചെയ്തിട്ടുണ്ടാവും, അത് ഓക്കെയാണ്. നമ്മൾ വീട്ടിൽ വന്നൊന്ന് ചെക്ക് ചെയ്യുക, റെഫർ ചെയ്യാം, നീ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, എന്തൊക്കെ പഠിച്ചു, നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. ചെറിയ കുട്ടികളാവുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കെയർ കൊടുക്കണം. ടീച്ചറിന്റെയും അതേപോലെ തന്നെ നമ്മള് പാരന്റ്സിന്റെയും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലാണ് അവര് പ്രോപ്പർ ആയിട്ട് ലേൺ ചെയ്യുള്ളൂ. ഓക്കെ, ഇൻവോൾവിംഗ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. ഈ ഫാമിലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെയാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുക കേട്ടോ. മെമ്പേഴ്സ് ഇൻ ഡിറ്റർമൈനിങ് പ്രിഫറൻസ് ആൻഡ് ഡെവലപ്പിംഗ് ആൻഡ് delivering programs, strengthen and enrich the learning program and contributes to applicability of the students' learning experience. അപ്പോൾ ഫാമിലീസിന്റെയും അതേപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, സൊസൈറ്റിയിൽ സമൂഹത്തിലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെയും ഒരു ഇൻവോൾവ്മെന്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുട്ടിയുടെ ലേണിംഗ് എക്സ്പീരിയൻസ് നല്ല ബെറ്റർ ആയിട്ട് ലേണിംഗ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ കുട്ടിയുടെ നല്ല രീതിയിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. All student learning is enhanced when it is linked to real life. ലേണിംഗ് എപ്പോഴാണ് കുറച്ചും കൂടി നന്നാവുന്നത്? അവര് റിയലി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കുന്നത്. പണ്ടെപ്പോഴും വായിച്ചൊരു കഥയാണ്. ഒരു കുട്ടിക്ക് പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത് എന്ന് ക്ലാസ്സിൽ സാറ് പറഞ്ഞു കൊടുത്തു. പടമൊക്കെ വരച്ച് ചിറകുകളും ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തു. പക്ഷെ കുട്ടിക്ക് എന്താണ് ആ പക്ഷികൾ എങ്ങനെ പറക്കുന്നു എന്നുള്ളത് മനസ്സിലായില്ല. അപ്പൊ സാറ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് കടലിന്റെ ബീച്ച് ഉണ്ടായിരുന്നു, ബീച്ചും കടലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആകാശത്ത് നോക്കിയിട്ട് പറഞ്ഞു, ദേ ആകാശത്തേക്ക് നോക്കി, ഈ വലിയ നല്ല ഉയർത്തി പറക്കുന്ന പരുന്തുകളാണ്, അപ്പൊ ഈ പക്ഷികൾ പറക്കുന്നത് നീ കണ്ടോ? ഇതേപോലെയാണ് പക്ഷികൾ എന്ത് ചെയ്യുന്നത്, ചിറകുകൾ യൂസ് ചെയ്ത് പറക്കുന്നത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത് മറന്നു പോകില്ല. അങ്ങനെ ഒരു വ്യക്തി ഞാൻ ഈ പറഞ്ഞൊരു കാര്യമില്ലേ, ഒരു ഇൻസിഡന്റ്, ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു വ്യക്തി ഷെയർ ചെയ്തതാണ്. അത് ആരാണെന്ന് അടുത്ത ദിവസം പറയണോട്ടാ. ഈ പക്ഷിനെ കുറിച്ചിട്ട് അറിയാത്ത ഒരാള് എങ്ങനെയാ പറക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് അറിയാണ്ട് അത് സാറ് അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ദെൻ പിന്നീട് ആർക്കും അറിഞ്ഞൂടാ ആരാന്ന്, നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാ. നിങ്ങൾ എപ്പോഴും കോഴ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുള്ള ആളാ. APJ അബ്ദുൽ കലാം ആണോ? അപ്പോ എന്താണ്, നമ്മളൊരു കാര്യം റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മറക്കില്ല. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻസിഡന്റ് നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ഒരു പ്രത്യേകതയാണ്, നമ്മൾ അവരെ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും അവരത് സെൻസ് ചെയ്യുന്ന, അവർ എക്സ്പീരിയൻസ് ചെയ്താണ്, എക്സ്പീരിയൻസിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞത് റിയൽ ലൈഫ് എക്സ്പീരിയൻസിലാണെങ്കിൽ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ഈ സയൻസ് എക്സ്പെരിമെന്റ് നമ്മൾ ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ അന്ന് നടത്തിയ എക്സ്പെരിമെന്റ് മറന്നിട്ടുണ്ടാവില്ല. ഓക്കെ അല്ലെ? നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സും അല്ലെങ്കിൽ അതിന്റെ തിയറിയും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴും മറന്നു പോയിട്ടുണ്ട്. പക്ഷെ ചില എക്സ്പെരിമെന്റ്സ് ടീച്ചർ കാണിച്ചു തന്നതും ഒക്കെ നമുക്ക് ആ പാട്ടും കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ആ എക്സ്പെരിമെന്റ് കണ്ടത് റിയൽ ലൈഫിൽ നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത് നമ്മൾ മറക്കില്ല. വർക്ക് എക്സ്പീരിയൻസ്, mentoring and business school partnership provide students with the practical and relevant learning opportunity they need and they make for adult life. അപ്പൊ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ സ്കൂൾ പാർട്ണർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ സ്റ്റുഡൻസിന് പ്രാക്ടിക്കൽ ആൻഡ് റെലവന്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില സ്കൂളുകളിൽ നിന്ന് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും.
ചില സ്കൂളുകളിൽ നിന്ന് ടീമായിട്ട് നമ്മൾ NCCയുടെ ഒക്കെ ഭാഗമായിട്ട് NSS, NCC പോലുള്ള അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഓൾഡ് ഏജ് ഹോമുകൾ വിസിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അതേപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ക്യാൻസർ റിസർച്ച് സെന്റേഴ്സ് വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകാറുണ്ട്. ഇതെല്ലാം അവർ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇതൊക്കെ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ പാലിയേറ്റീവ് കെയറിലൊക്കെ ഈ ഒരുപാട് അസുഖങ്ങൾ വന്നിട്ട് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും പാലിയേറ്റീവ് കെയർ യൂണിറ്റില് ക്യാൻസർ റിസർച്ച് സെന്റേഴ്സിലൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ അവർക്ക് എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ അവര് അത് മനസ്സിലാക്കാണ് ഇതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ പാൻ മസാല അല്ലെങ്കിൽ ഡ്രഗ്സും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര വിഷമം തോന്നും. കാരണം 10, 19, 20 വയസ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള സമയത്ത് യൂസ് ചെയ്തതായിരിക്കും 25 വയസ്സുള്ള ഒരു കുട്ടിക്ക് ക്യാൻസർ പോലുള്ള അസുഖം വരുന്നത്. ഒട്ടും നമുക്ക് റിയലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മൗത്ത് ക്യാൻസർ അതേപോലുള്ള അസുഖങ്ങൾ വരുന്നത്. നമ്മള് റിയൽ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളൊന്നും ആ ഒരു രീതിയിലേക്ക് പോവില്ല. അപ്പൊ നമ്മള് വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്താണ് അവർക്കൊരു നല്ല ലേണിംഗ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. എന്നുവെച്ചാൽ ഇതേപോലത്തെ ഇൻസിഡൻസ് കാര്യങ്ങളും അവർ മനസ്സിലാക്കി തന്നെ വരണം. അതേപോലെ ഓരോ ആക്ടിവിറ്റീസും റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെയാണ് അവർ മനസ്സിലാക്കുന്നതെങ്കിൽ അവരുടെ മൈൻഡിൽ അത് എന്ത് ചെയ്തോളും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതവരും പെട്ടെന്നൊന്നും മറക്കില്ല. നെക്സ്റ്റ് ആണ് ഫോസ്റ്ററിംഗ് ഷെയർ ദ റെസ്പോൺസിബിലിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് വെൽ ബീയിങ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് വെൽ ബീയിങ് കുട്ടികളുടെ പെരുമാറ്റത്തിന് വരുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ആർക്ക് രണ്ടുപേർക്കുള്ളത് ഫാമിലി ആസ് വെൽ ആസ് സ്കൂളുകൾക്കുള്ളത്. എൻഷുറിംഗ് എ ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ and life success for the children and young people is shared responsibility of family, school and communities. അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ലൈഫ് സക്സസ് കുട്ടികളുടെ ലൈഫ് സക്സസ് യങ് പീപ്പിൾസിന്റെ അത് നമ്മൾ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നതിലൂടെ ഫാമിലിയും സ്കൂളും കമ്മ്യൂണിറ്റിയും സൊസൈറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കേട്ടോ. നമ്മളിപ്പോ പറയുമ്പോൾ കമ്മ്യൂണിറ്റി നമ്മൾ പറയുമെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം സൊസൈറ്റിനെയാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഉദ്ദേശിക്കുന്നത്. ഫാമിലിയും സ്കൂളും കമ്മ്യൂണിറ്റിയും കുട്ടികളുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി എഡ്യൂക്കേഷന്റെയും ലൈഫ് സക്സസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അവരുടെ ലൈഫ് സക്സസില് നമ്മൾ സ്കൂളുകളിലേക്ക് ഫീസ് അടച്ച് കുട്ടീനെ വിട്ടു എന്ന് പറഞ്ഞ അവിടെ വെച്ച് പാരന്റ്സിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫാമിലിയുടെ ഡ്യൂട്ടി അവിടെ വെച്ച് തീരല്ല. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാം. നമ്മൾ കുട്ടിയുടെ ആ ലൈഫ് ജേർണിയിൽ നമ്മൾ സ്കൂൾ നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് അവർ ലൈഫിൽ സക്സസ് ആവുള്ളൂ. For children to succeed academically and become contributing adults, they need an extensive and coordinate range of support that can only be provided by the family. നമ്മൾ നല്ല രീതിയിൽ അക്കാഡമിക്കലി സക്സസ് ചെയ്യാനായിട്ടും നല്ല അഡൾട്ട് ആയിട്ട് വളരാനും നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് തരുന്ന ആരൊക്കെയാണ് ദ ഫാമിലി, സ്കൂൾ ആൻഡ് ദ കമ്മ്യൂണിറ്റി വർക്കിംഗ് ടുഗദർ ഇന്റർഡിപെൻഡന്റ്ലി. ഇവര് 3 പേരും നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഇന്റർഡിപെൻഡന്റ്ലി ഒത്തൊരുമയോടുകൂടി 3 പേരും നല്ലൊരു ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫാമിലി നമ്മുടെ കുട്ടിക്ക് നല്ലൊരു എഡ്യൂക്കേഷണൽ സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗ്രോയിങ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫേസ് ബാരിയേഴ്സ് ടു ലേണിംഗ്. നമുക്കറിയാം വളർന്നു വരുന്ന ഭൂരിഭാഗം കുട്ടികളും എന്താണ് ലേണിംഗിൽ ഒരുപാട് ബാരിയേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. കോസസ് ബൈ പോവർട്ടി. ചില ഫാമിലീസിൽ പോവർട്ടി കാരണം ഫാമിലി ഇംബാലൻസ്, നമുക്ക് ആ ഫാമിലി ഫിനാൻഷ്യൽ ഇംബാലൻസ്, ചൈൽഡ് അബ്യൂസ്, കുട്ടികൾ അബ്യൂസ് നേരിടുന്നു, നെഗ്ലെക്ട്, ഇതെല്ലാം കാരണം കുട്ടികൾ ഒരുപാട് ബാരിയേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. These barriers place them at risk. ഈ തടസ്സങ്ങൾ അവരെ റിസ്കിലേക്ക് കൊണ്ടുവരാനായിട്ട് കാരണം compressing their opportunity for success in a school and in life. നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാരിയേഴ്സ് മൊത്തം നമ്മൾ ഒഴിവാക്കണം. നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ആദ്യം ഫാമിലിയും സ്കൂളും കമ്മ്യൂണിറ്റിയും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നല്ല സക്സസ് അച്ചീവ് ചെയ്യുള്ളൂ. For some children there is commitment and support of the family, educator,
കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ സർവീസ് ഏജൻസി. നമ്മൾ ഈ ഒരു സപ്പോർട്ടും കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ആരെല്ലാം പ്രൊവൈഡ് ചെയ്യണം? ഫാമിലീസ്, അതേപോലെ എഡ്യൂക്കേറ്റേഴ്സ്, നമ്മുടെ സൊസൈറ്റി, അതേപോലെ സ്കൂള്, ഹ്യൂമൻ സർവീസ് ഏജൻസീസ്, എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും എന്ത് ചെയ്യണം? കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഞാനൊരു കാര്യം പറയാൻ വന്നത്, ഇവിടെ ജി ഹ്യൂമൻ എന്നുണ്ടോ? അത് മിസ്റ്റേക്ക് ഉണ്ടോ? ചില വേർഡുകള് അറിയാതെ വരുന്നതാണ് തോന്നുന്നുണ്ട്. നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്ക് കേട്ടോ. മുകളിലുണ്ടായിരുന്നു കേട്ടോ, രണ്ടാമത്തെ പാരഗ്രാഫില് ഡിറ്റർമൈനിങ് ഇവിടെ ഒരു പി എന്ന് പറയുന്ന വേർഡ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതേപോലുള്ള ഏജൻസീസും കാര്യങ്ങളും നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇംപ്രൂവിങ് സ്റ്റുഡൻസ് പെർഫോമൻസ് ആൻഡ് ക്രിയേറ്റ് മോർ എഫക്റ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമ്മൾ കുട്ടികളുടെ നല്ല പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണം. അതേപോലെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ ഇംപ്ലിമെന്റ് ചെയ്യണം. റിയൽ ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരു കാര്യം അവര് മനസ്സിലാക്കുകയാണെങ്കിൽ അത് റിയൽ ലൈഫിൽ, അതായത് അവരത് എന്താണ് റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ അത് മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരിക്കലും കുട്ടികൾ മറക്കില്ല. ദെൻ നമ്മൾ പറഞ്ഞത് ഫോസ്റ്ററിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് വെൽ ബീയിങ് ഓഫ് ദി ചിൽഡ്രൻ. ഒരു കുട്ടിയുടെ വെൽബീയിങ് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഷെയർ ചെയ്തെടുക്കണം. ആരെല്ലാമാണ് ഷെയർ ചെയ്യേണ്ടത്? ഫാമിലി, സ്കൂള്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീസ്, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ സർവീസ് ഏജൻസീസ്, ഇവരെല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് ഒരു നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് പാരന്റ്സ്, ഫാമിലി, സ്കൂൾ, കമ്മ്യൂണിറ്റി, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ സർവീസ് ഏജൻസിയുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ ഈ 2 പോയിന്റും. എല്ലാവരും റീഡ് ചെയ്തോ? ദെൻ തേർഡ് പോയിന്റിലേക്ക് വരാണെങ്കിൽ, തേർഡ് റീസണിലേക്ക് വരാണെങ്കിൽ, ക്രിയേറ്റ് enhance opportunity for parents, Aboriginal peoples and other community members to participate in education. നമുക്ക് പാരന്റ്സിനും അതേപോലെ അബോറിജിനൽ പീപ്പിൾസ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Parents, Aboriginal organization, community groups are asking for a more direct voice in education planning and for more
availability, family, school and community are the key elements in education process. നമുക്കറിയാം ഇവരുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുമ്പോൾ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം അഭിപ്രായങ്ങൾ നമ്മുടെ ഫാമിലീസിന്റെ സ്കൂളിന്റെയും കമ്മ്യൂണിറ്റിയുടെയും അഭിപ്രായങ്ങൾ കൂടി കൺസിഡർ ചെയ്യാം. ആൻഡ് ഓൾ ദ 3 parts of the system must work together for educational process to be successful. നമ്മുടെ ഫാമിലി, സ്കൂൾ, കമ്മ്യൂണിറ്റീസ് 3 പാർട്സും നല്ല രീതിയിൽ വർക്ക് ചെയ്താലാണ് നമുക്കൊരു എഡ്യൂക്കേഷണൽ പ്രോസസ്സ് സക്സസ്ഫുൾ ആകുള്ളൂ. നല്ലൊരു സക്സസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 കീ എലമെന്റ്സ് നല്ല ഒരു എഫക്റ്റീവ് ആയിട്ട് മാർക്ക് ചെയ്യണം. Some recognize the school divisions are looked for the way to enhance the parent-community partnership in the new and large schools to be involved in their children's day-to-day experience at school. ഇന്ന് ഒരുപാട് സ്കൂളുകളുടെ ഡിഫറെന്റ് ഡിവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റ്സിന്റെയും കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പും കൂടി അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ലാർജ് സ്കൂൾ ടു ബി ഇൻവോൾവ് ഇൻ ദയർ ചിൽഡ്രൻസ് ഡേ-ടു-ഡേ എക്സ്പീരിയൻസ് അറ്റ് സ്കൂൾ. കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാനായിട്ട് പാരന്റ്സും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പണ്ട് നമ്മുടെ പാരന്റ്സിന് എന്താണ് ക്ലാസ്സിൽ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ക്ലാസ്സിൽ എന്താണ് മിസ് ഡിസ്കസ് ചെയ്തതെന്ന് അറിയില്ല, പഠിപ്പിച്ചതെന്നുള്ള അറിയില്ല. പക്ഷെ ഇന്ന് കുട്ടികളുടെ അവസ്ഥ വ്യത്യസ്തമാണ്. കാരണം കുട്ടികൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഹോംവർക്ക് ചെയ്യാനുള്ളത്, എന്തെല്ലാം എക്സാം ആണ്, എന്തെല്ലാം പോർഷൻസ് ആണ് അവർ കവർ ചെയ്തതെന്ന് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു ഇല്ലേ? വരുന്നില്ല നിങ്ങൾക്ക് മെസ്സേജ്? വരുന്നുണ്ട്. സോ നമ്മൾ കൂടുതൽ കുറച്ചും കൂടി കുട്ടികളെ എന്തെല്ലാം കാര്യങ്ങൾ സ്കൂളിൽ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും കൂടി ഇപ്പൊ കുറച്ച് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, പാരന്റ്സിനും കൂടി അവൈലബിൾ ആണ്. സോ ഡേ-ടു-ഡേ എക്സ്പീരിയൻസിൽ കുട്ടികളുടെ ഡേ-ടു-ഡേ എക്സ്പീരിയൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഫാമിലിയുടെ പാർട്ട്ണർഷിപ്പ് സ്കൂളിലെ ഡേ-ടു-ഡേ പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുമ്പോൾ ഫാമിലിയുടെ പാർട്ടിസിപ്പേഷനും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ പണ്ട് PTA മീറ്റിങ്ങിന് വരാണെങ്കിൽ തന്നെ അത്രയും നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? നമ്മുടെ ഞങ്ങളുടെ ടൈമിൽ പാരന്റ്സ് മീറ്റിംഗ് അത്ര ഇമ്പോർട്ടന്റോ അല്ലെങ്കിൽ അത്ര നിർബന്ധമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, പാരന്റ്സ് മീറ്റിങ്ങും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ സ്കൂളുകളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ പാരന്റ്സ് ഇൻവോൾവ് ആവണമെന്ന് നിർബന്ധമാണ്. എന്നുവെച്ചാൽ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അത് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാംസ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി സ്ട്രെങ്തനിങ് ദ പബ്ലിക് കോൺഫിഡൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ, നല്ലൊരു പബ്ലിക് സപ്പോർട്ട് എഡ്യൂക്കേഷൻ സ്കൂളിന് നല്ലൊരു പബ്ലിക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വിടുന്നത്. അപ്പൊ കോൺഫിഡൻസും അക്കൗണ്ടബിലിറ്റിയും ഭാഗത്തും കോൺഫിഡൻസും ഇംപ്രൂവ് ചെയ്യും. To our and keep trust, the education system is committed to being accountable for its quality of education. അപ്പൊ നമ്മള് വിശ്വസിച്ച് നമ്മളെ അടുത്തേക്ക് വിടുന്ന കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് നമ്മളെ ടീച്ചേഴ്സ്, നമ്മളെ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഓരോ ടീച്ചേഴ്സിനുണ്ട്. When people have the input into the education issues, understanding and accountabilities increase. നമ്മള് കുട്ടികള് അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് ഉത്തരവാദിത്തത്തോടു കൂടി അത് അത് ഒഴിവാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. അപ്പൊ മനസ്സിലാക്കി അത് സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് കുട്ടികളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എഡ്യൂക്കേഷൻ ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് അത് മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മളുടെ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ്. അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഒരു ടീച്ചർ ഒരു സൊസൈറ്റിക്ക് ഒരു നല്ലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ ഒരു സമൂഹം തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ആകും. കേട്ടിട്ടുണ്ടോ അത്? എന്നുവെച്ചാൽ ചിലപ്പോൾ ഒരു ടീച്ചർ ആയിരിക്കും, ആ ഒരു ടീച്ചറിന്റെ ഇൻഫ്ലുവൻസ് കാരണം എന്താണ് നമ്മളുടെ കുട്ടികളിൽ അത്രയും മാറ്റം വന്നിട്ടുണ്ടാവും. നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ ടീച്ചർമാർ ഇങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ ലൈഫ് ഗോളിനും
അതേപോലെ തന്നെ ക്യാരക്ടറിന്റെ ഈ സ്വഭാവം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. അന്ന് നമ്മളുടെ ടീച്ചേഴ്സ് നമ്മൾ വഴക്ക് പറഞ്ഞാലും പാരന്റ്സ് ഒന്നും ചോദിക്കാനൊന്നും വരില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മളൊന്ന് വഴക്ക് പറഞ്ഞൊന്ന് ശകാരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ചോദിക്കാൻ വരും, പിറ്റേ ദിവസം വരും. ഉറപ്പാണ് പാരന്റ്സും കുട്ടികളും കൂടി ഒരു പട ഇങ്ങോട്ട് വരും നമ്മളോട് വഴക്ക് പറയാനായിട്ട്. ടീച്ചർ അങ്ങനെ ചെയ്യാനുള്ള അധികാരമില്ല. ടീച്ചർക്ക് പഠിപ്പിക്കാൻ മാത്രമുള്ള അധികാരമുള്ളൂ. ടീച്ചർക്ക് കുട്ടീനെ വഴക്ക് പറയാനോ ശകാരിക്കാനുള്ള അധികാരമില്ല. ഞാൻ എന്റെ മോനെ വഴക്ക് പോലും പറഞ്ഞില്ല, അതേപോലെയാണ് വളർത്തിക്കൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും. നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഡയലോഗ്സ് ഒക്കെയാണ് ഇത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് സ്മൈൽ ചെയ്യാം. അവർ കാമാവുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ പാരന്റ്സിനെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ പാരന്റ്സിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ നമ്മളുടെ ഒപ്പം നിർത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. കാരണം കുട്ടിയുടെ എഡ്യൂക്കേഷന് ഇപ്പൊ കുറച്ചുകൂടി വീക്ക് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക. ഇപ്പൊ വീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങള് മോണ്ടിസോറിയിൽ പഠിച്ചിട്ടുണ്ടാകും വീക്ക് ചിൽഡ്രൻസിനെ കുറിച്ചിട്ട്. എല്ലാവരും പഠിച്ചൊന്നും എനിക്കറിയില്ല. വീക്ക് ചിൽഡ്രൻസ് ആണെങ്കിൽ അവർ കള്ളം പറയും. അവർക്ക് പഠിക്കാൻ മടിയായിട്ട് ചിലപ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മള് വഴക്ക് പറഞ്ഞതായിരിക്കും. കുട്ടികൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, കള്ളം പറഞ്ഞ് അവരെന്ത് ചെയ്യും, നമ്മുടെ ടീച്ചർ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പാരന്റ്സിന്റെ അടുത്ത് ഇങ്ങനെ ലൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. കുട്ടികളെയും വഴക്ക് പറയാൻ പാടില്ല, പാരന്റ്സിനോടും വഴക്ക്, നമ്മുടെ ടെമ്പർ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. നല്ല രീതിയിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. അത് ആ ടൈം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ആ 2 പോയിന്റ് ഒന്ന് പഠിച്ച് ക്രിയേറ്റ് പഠിക്കല്ല, വായിച്ചു നോക്കി. 3rd-ഉം 4th-ഉം പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തോ? മനസ്സിലാവുന്നുണ്ടോ? പേജ് ടോപ്പിക് ഇത്തിരി ടഫാണ്, ഇത്തിരി ടഫിക്കുണ്ട്. അപ്പോ ഞാൻ പതുക്കെ സ്ലോ ആയിട്ട് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ടോപ്പിക്? കുഴപ്പമില്ലല്ലോ, നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. പിന്നെ മാക്സിമം PG-യിലത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ തരും. അത് തന്നെ നന്നായിട്ട് റീഡ് ചെയ്യാം, പഠിക്കാം. ഓക്കെ, advantage of parent community partnership in education. or parent school community partnership education എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ്
പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. സ്റ്റുഡൻസിന് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ്, പാരന്റ്സിന് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ്, ടീച്ചേഴ്സിന്, സ്കൂളിന്, കമ്മ്യൂണിറ്റിക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There are number of important benefits to the parent community involvement and ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതൊന്ന് എടുത്തേക്കാം നിങ്ങളുടെ ബുക്കിൽ ചെറിയ എടുത്തേക്കാം. And partnership in education for students, parents, teachers, school and community. These includes സ്റ്റുഡന്റ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഡെവലപ്പ് അക്കാഡമിക് അച്ചീവ്മെന്റ്സ്, നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. Enhance student success in school, higher graduation rates. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ സക്സസ് അച്ചീവ് ചെയ്യുന്നതിലും അവർക്ക് കൂടുതലായിട്ട് കുട്ടികളെ പാസ് ഔട്ട് ആകുന്നതിലും സ്കൂൾ പാർട്ട്ണർഷിപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അപ്ഗ്രേഡ് ദ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യാം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ. അതേപോലെ തന്നെ ഇൻക്രീസ് ദ ഇൻവോൾവ്മെന്റ് ഇൻ ക്ലാസ് റൂം ലേണിംഗ് ആക്ടിവിറ്റീസ്, നമ്മുടെ ക്ലാസ് റൂം ലേണിംഗ് ആക്ടിവിറ്റീസ് ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാനും. ഇൻക്രീസ് ദ കോമ്പറ്റീഷൻ ഓഫ് ആൻഡ് മോർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഹോംവർക്ക്. അപ്പോ ക്ലാസ് റൂം ലേണിംഗ് ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യാനും. കോമ്പറ്റീഷൻ ഓഫ് മോർ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഹോംവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഹോംവർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മളുടെ പാരന്റ്സിന് ഇപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാം, കുട്ടികള് ക്ലാസ്സിൽ പോയി വരുമ്പോഴേക്കും ടീച്ചേഴ്സ് അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം ഹോംവർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ്, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ എടുത്ത പോർഷൻസും ഇന്ന ചാപ്റ്റർ കവർ ആയി, ഇന്ന പോർഷൻ കംപ്ലീറ്റഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അയക്കുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട് അവരെന്താണ് പഠിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ നമുക്ക് അവരോട് ഇൻഫോം ചെയ്യാം. കുട്ടികൾ മറന്നു പോയാലും നമുക്ക് പാരന്റ്സിന് ചോദിക്കാം ഹോംവർക്ക് ചെയ്തോ എന്നുള്ളത്. അപ്പോ അതൊരു നല്ലൊരു കാര്യമാണ്. ഹയർ അറ്റൻഡൻസ് റേറ്റ് ആൻഡ് റെഡ്യൂസ് സസ്പെൻഷൻ റേറ്റ് എന്ന് വെച്ചാൽ അറ്റൻഡൻസ് കൂടുതലായിരിക്കും. കാരണം നമ്മളിപ്പോ കുട്ടികള് നല്ലൊരു സ്കൂൾ പാരന്റ്സ് സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ അറ്റൻഡൻസ് റേറ്റ് കൂടുതലായിരിക്കും എന്ന് പറയാൻ കാരണം പാരന്റ്സ് ടീച്ചേഴ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പണ്ട് നമ്മളൊക്കെ ലീവ് എടുക്കുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും നമ്മൾ ആ ക്ലാസ് എക്സാം എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് ലീവ് ആക്കുന്നത്, അല്ലെ? ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? പക്ഷെ ഇന്ന് പറ്റൂല. കാരണം എന്താണ്? ഇന്ന് നേരത്തെ ചിലപ്പോൾ 1 വീക്ക് മുമ്പ് തന്നെ ഇന്ന ദിവസം എക്സാം ഉണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ പാരന്റ്സിന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ഞാൻ പോകൂല എന്ന് പറഞ്ഞാൽ അത് എക്സാം എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് അടവാണെന്ന് മനസ്സിലാക്കി നമുക്കത് അപ്പോഴേ പറയാം, പറ്റൂല, നീ എക്സാം എഴുതണം. റെഡ്യൂസ് സസ്പെൻഷൻ റേറ്റ്സ്, നമ്മൾ ഈ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾ നല്ലൊരു ബിഹേവിയർ ആയിരിക്കും ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ നല്ലതായിരിക്കും. സസ്പെൻഷൻ റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഗ്രേറ്റർ എൻറോൾമെന്റ് ഇൻ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, കൂടുതലായിട്ടുള്ള കുട്ടികൾ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് കുട്ടികൾ എൻറോൾ ആവും, അവര് പഠിക്കാനായിട്ട് കൂടുതലായിട്ട് കുട്ടികൾ ചേരും. മോണിറ്ററിംഗ് പ്രോഗ്രാംസ് വിത്ത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ബൂസ്റ്റ് സ്റ്റുഡന്റ് ബിഹേവിയർ ആൻഡ് അക്കാഡമിക് പെർഫോമൻസ്. അപ്പോ നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ട് നല്ലൊരു പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ബിഹേവിയർ ബൂസ്റ്റ് ചെയ്യാനും അത് അക്കാഡമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും നല്ലതാണ്. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, അതേപോലെ സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസും കാര്യങ്ങളുടെയും വ്യക്തികളുടെയും അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കുട്ടികളോട് ഷെയർ ചെയ്യാം, പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ക്യാരക്ടർ, ബിഹേവിയർ, അതേപോലെ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്കൂൾ പാർട്ണർഷിപ്പ് കൊണ്ട് പാരന്റ്സ് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് നോക്കാം. ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിങ് ദ പാരന്റ്സ് ആർ ദ പ്രൈമറി ഇൻ ദ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർഗം പാരന്റ്സ്, നമ്മളറിയാം പ്രൈമറി എഡ്യൂക്കേറ്റർ ആരാണ് കുട്ടികളെ സംബന്ധിച്ച് പാരന്റ്സ് ആണ്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വർക്ക്സ് ഓഫ് സ്കൂൾ, സ്കൂളിലുള്ള വർക്കുകളെ കുറിച്ചിട്ട് ഏകദേശ ധാരണ നമുക്ക് ഉണ്ടാവും. ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാരന്റ്സ് ആൻഡ് ദ ചിൽഡ്രൻസ് ആൻഡ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്, കുട്ടിയും പാരന്റ്സും തമ്മിലും പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലും നല്ലൊരു എന്താണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു.
ഇൻക്രീസ് ഇൻവോൾവ്മെന്റ് ഓഫ് പാരന്റ്സ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ് അറ്റ് ഹോം. കുട്ടികൾക്ക് ലേണിംഗ് ആക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ അവർക്ക് ഇൻവോൾവ്മെന്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എൻകറേജ്മെന്റ് ഫോർ സം പാരന്റ്സ് ടു റിട്ടേൺ ടു ദർ സ്കൂൾ ടു ഫിനിഷ് ദർ ഓൺ എഡ്യൂക്കേഷൻ. അത് അപൂർവം കുറച്ച് പാരന്റ്സിനാണെങ്കിൽ പോലും സ്കൂളിലേക്ക് റിട്ടേൺ ചെയ്യാനും അവരുടെ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കാനുള്ള അവസരം. ഉദാഹരണം സുജാതയാണോ? ഒരു സിനിമ ഉണ്ടല്ലോ, മഞ്ജു വാര്യരും അനശ്വര പരമേശ്വരനുള്ള, അതാണ് ഞാൻ പറഞ്ഞതാണ് ഉദാഹരണം സുജാത അല്ലെ? ആ ഒരു സിനിമയില് മകള് പഠിക്കുന്നില്ല എന്നുള്ള വിഷമവും കാര്യങ്ങളൊക്കെയാണ് അമ്മയ്ക്ക്. ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ട്, ആ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് എങ്ങാണ്ടും സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോ നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനോടൊപ്പം നിൽക്കുമ്പോഴായിരിക്കും നമ്മളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു ചിന്ത നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. ഇന്ന് ഇപ്പം നമ്മളുടെ എന്താ പറയാ, MCയിൽ തന്നെ, മോണ്ടിസോറിയിൽ തന്നെ അമ്മയും MT5ലാണ്. നിങ്ങള് MT10, 9, 10, 11 ബാച്ച് അല്ലേ? MT5 എന്ന് പറയുന്ന ബാച്ചിൽ നിന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അമ്മയും മകളും കൂടി മോണ്ടിസോറി എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്ത് പാസ് ഔട്ട് ആയി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. ആരോടും പറഞ്ഞിട്ടില്ല, ഒരു ഫ്രണ്ട്സിനോട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മയും മകളാണെന്നുള്ളത്. കോൺവെക്കേഷൻ എന്നാണ് ഞങ്ങൾ പോലും അറിയുന്നത് അമ്മയും മകളുമാണെന്ന്. മകള് PG സെക്കൻഡ് ഇയർ പഠിക്കുന്നു, അമ്മ ഹൗസ് വൈഫാണ്, ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നീടാണ് ഈ ഒരു മോണ്ടിസോറിയുടെ കോഴ്സും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് വന്നത്. അപ്പോ അത് നമ്മളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുട്ടിയുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഒരു എന്താ പറയാ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Enhance parents' attitudes about themselves. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ടീച്ചേഴ്സിന് എന്താണ് ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ, നമ്മള് കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് പാരന്റ്സിന് അറിയാൻ പറ്റും. നമുക്കൊരു പാരന്റൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ടീച്ചർ സ്കിൽസ്. നമ്മുടെ സ്കില്ല് നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യാൻ വിചാരിക്കും. ടീച്ചർ ക്ലാസ് എടുക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്, ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടാണ് എന്നെപ്പോഴൊക്കെ ഇങ്ങനെ മാർക്ക് വാങ്ങാൻ പറ്റിയത് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും കേട്ടോ. നോക്കാം. ഇൻക്രീസ് ദ പാരന്റൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ടീച്ചർ സ്കിൽ, ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫ്യൂവർ റിക്വസ്റ്റ് ഫോർ ട്രാൻസ്ഫർ. നമുക്ക് ടീച്ചേഴ്സിന് കൂടുതലായിട്ട് ഗ്രേറ്റർ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, കൂടുതൽ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റും കാര്യങ്ങളും കുറവായിരിക്കും. ഇൻക്രീസ്ഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ സ്റ്റാഫ് ടു സ്പെൻഡ് ടൈം ഓൺ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷണൽ ടാസ്ക് റാദർ ദാൻ ദ ബിഹേവിയർ പ്രോബ്ലംസ്. നമുക്ക് കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ കൂടുതൽ ടൈം ഇൻസ്ട്രക്ഷണൽ ടാസ്കിനേക്കാളും കൂടുതൽ ഒബ്സർവേഷണൽ പ്രോബ്ലത്തെക്കാളും കൂടുതൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻക്രീസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കൾച്ചർ ഓഫ് ദ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ടീച്ചേഴ്സ് സെയിം ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പെടണമെന്നില്ല. ഇപ്പോ നമ്മള് പറയുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ മോണ്ടിസോറിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, മോണ്ടിസോറി കൂടുതലായിട്ട് ഈ മുസ്ലിം സ്കൂളുകളിലാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ MBS ഒക്കെ പോലെ ഉള്ള സ്കൂളുകളിലാണ് മോണ്ടിസോറി മെത്തേഡ് ഉള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആ കാര്യം മറക്കരുത്. നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ബിലോങ്സ് അല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിനെയും കൂടി റെസ്പെക്ട് ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് പോയാൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇത്, എന്നാലും ഒന്നുകൂടി നോട്ട് ചെയ്താണ്. ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കൾച്ചർ ഓഫ് ദ സ്കൂൾ. നമ്മുടെ സ്കൂളിന്റെ കൾച്ചറിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. ആൻഡ് ദ കമ്മ്യൂണിറ്റി ഇൻക്രീസ് ദ റിസോഴ്സസ് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി ത്രൂ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അത് കുട്ടിയുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റുഡൻസിന് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ്, പാരന്റ്സിന് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ്, ടീച്ചേഴ്സിന് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് സ്കൂൾ കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് കൊണ്ടുള്ളത്, സ്കൂൾ കമ്മ്യൂണിറ്റി പാരന്റ്സ് പാർട്ണർഷിപ്പ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ നോക്കിയത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്തോ? 2 ടോപ്പിക് കൂടെ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആണ്. ഞാൻ അതുകൊണ്ട് അതുകൂടി എടുക്കാം കേട്ടോ. സ്കൂളിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണെന്നാണ് നമ്മൾ ഈ അടുത്ത് നോക്കുന്നത്. ഇൻക്രീസ് എഫക്റ്റീവ്നെസ്, നമുക്ക് സ്കൂളിന്റെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയൊക്കെ കൂട്ടാനായിട്ട് കാരണമാകുന്നു. ഇംപ്രൂവ് സ്കൂൾ ക്ലൈമറ്റ് ത്രൂ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ണർഷിപ്പ്. നമ്മള് ടീച്ചേഴ്സും പാരന്റ്സും സ്കൂളും തമ്മിൽ നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് സ്കൂളിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. എൻഹാൻസ് ഹോം സ്കൂൾ റിലേഷൻഷിപ്പ്. ഹോം വിസിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് സ്കൂളുകളിൽ നിന്നും ഹോം വിസിറ്റ് ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് അവരുടെ വീട്ട് കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹോം വിസിറ്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നു. നമുക്ക് അങ്ങനെ സ്കൂൾ ഹോം റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റും? എൻഹാൻസ് ചെയ്യാൻ പറ്റും. എക്സ്പെഷ്യലി ഇൻ പോസിറ്റീവ് ആൻഡ് പ്രൊആക്റ്റീവ് വേ ഇൻക്രീസ് ദ അവൈലബിലിറ്റി ഓഫ് എക്സ്പെർട്ടൈസ് ആൻഡ് ഇൻഫർമേഷൻ ടു ദ സ്കൂൾ അറ്റ് നോ എക്സ്ട്രാ കോസ്റ്റ്. നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്കൂൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇൻക്രീസ് പാരന്റ്സ് ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഓഫ് ദ സ്കൂൾ. നമ്മള് സൊസൈറ്റിയിലാണ് സ്കൂള് എന്ത് ചെയ്ത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ അവിടെ നിന്ന് പാരന്റ്സിന്റെയും കമ്മ്യൂണിറ്റിയുടെയും നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് സപ്പോർട്ട് കുറവാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളെ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റേ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി കമ്മ്യൂണിറ്റിക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണെന്നുള്ളത് വെച്ചാൽ മെയിൻ ആയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല വ്യക്തികളെ നമുക്ക് കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സ് ആയിട്ട് കിട്ടും. ഇൻക്രീസ്ഡ് കോസ്റ്റ് എഫക്റ്റീവ് സർവീസ്. നമ്മൾ കൊടുക്കുന്ന കോസ്റ്റിന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസുകൾ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഫെസിലിറ്റീസ് ആർ പൂൾഡ്. മണി ആൻഡ് പീപ്പിൾസ് ടൈം ആർ ഡയറക്ട്ലി ടുവേഴ്സ് ദ കോമൺ ഗോൾ. നമുക്കറിയാം ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ പാരന്റ്സിന്റെ ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അവർക്ക് ടൈമും അവരുടെ മണി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സ്കിൽ ബിൽഡിംഗ് ആണ്. When the parents and community members are involved in school activity, they have the opportunity to develop their own skill. നേരത്തെ ഞാൻ പറഞ്ഞു ഉദാഹരണം സുജാതയുടെ കേസ്. അപ്പൊ നമ്മള് നല്ലൊരു സ്കിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പാരന്റ്സിനും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും സ്കൂൾ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നതിലൂടെ അവരുടെ സ്കില്ലും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. Enhance knowledge of beliefs and beliefs in power of the community ability to organize and achieve. നമ്മൾ കമ്മ്യൂണിറ്റിയുടെ നോളജും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനായിട്ട് പാർട്ണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Strengthening community identity and pride accomplishment at the school level builds pride. That pride is then spread throughout the community. നമ്മൾ നല്ലൊരു സമൂഹം അല്ലെങ്കിൽ നല്ലൊരു വ്യക്തികളെയാണ് സ്കൂളുകൾ വാർത്തെടുക്കുന്നതെങ്കിൽ നമുക്കതൊരു അഭിമാനം തന്നെയാണ്. കാരണം നമ്മുടെ ഓരോ കുട്ടിയും നല്ല എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ഓരോ കുട്ടിയുടെയും അച്ചീവ്മെന്റ്സും അക്കംപ്ലിഷ്മെന്റും എല്ലാം നമ്മളുടെ സമൂഹത്തിന്റെയും കൂടി ഒരു എന്താണ് പ്രൈഡ്, അഭിമാനമാണ്. നമ്മൾ പറയില്ലേ ഇന്നൊരു കാര്യം ഇന്ന് കുട്ടി അച്ചീവ് ചെയ്ത് നമുക്കതൊരു അഭിമാനമാണ് എന്നുവെച്ചാല് അത് കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു സമൂഹത്തിന്റെ തന്നെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോ ഒരു സ്കൂൾ പാർട്ണർഷിപ്പ്, ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഒരുപാട് ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനും പാരന്റ്സിനും കമ്മ്യൂണിറ്റിക്കും ടീച്ചേഴ്സിനും സ്കൂളിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീഡ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ട് വരാം, ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ പൂജ ഹോളിഡേസ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. താങ്ക് യു ഓൾ. Thank you, ma'am.